നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയ താറാമുട്ടയുടേതാണ്. അതായത് കുക്ക്ഡ് സാൾട്ടഡ് ഡക്ക് എഗ്സ്, അതായത് പുഴുങ്ങിയ താറാമുട്ട ഉപ്പിലിട്ടത്. അത് ചൈനയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ചൈനീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം 2024/1/2026 തൊട്ട് 27 വരെ ഇത് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അന്നേരം ആദ്യമായിട്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് പുഴുങ്ങിയ താറാമുട്ട അത് ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒന്നും അല്ലായിരുന്നത്, ജസ്റ്റ് പുറത്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊരെണ്ണം വാങ്ങിയത്. അന്നേരം ഇത് നമ്മൾ കഴിച്ച് ടെസ്റ്റ് അടിക്കുന്നതായിരിക്കും. പിന്നെ ഇത്രയും വർഷങ്ങളൊക്കെ ഇരിക്കുന്ന താറാമുട്ട കൊണ്ടെന്ന് അറിയാം. ഇങ്ങനെ അതിൻ്റെ പാക്കിംഗ് ഒക്കെ വരുന്നത്. ഇങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കാം. അയ്യോ, എനിക്ക് വന്ന് കള്ളുടിമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ സംഭവം ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് ഫസ്റ്റ് പീൽ ചെയ്ത് അങ്ങ് പോയെന്നാൽ നമുക്ക് ഇതിന് പകരം അടുത്ത് പീൽ ചെയ്യാം. കത്തിയാണോ? ശരിക്കും ഇത് കത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും ഇത് നമുക്ക് എടുക്കാനും വേണ്ടിയുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് കത്തിക്കാണ്ട്. പുഴുങ്ങിയ താറാമുട്ട ശരിക്കും ഇത് മുട്ട തോടോടുകൂടിയാണ് ഇരിക്കുന്നത്. തോടുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് തോടോടുകൂടി ഇത് നമുക്ക് തല്ലി പൊട്ടിച്ച് തോടോടുകൂടി അന്നേരം ആ സംഭവം കൊള്ളാം കേട്ടോ. പുഴുങ്ങിയിട്ട് ഉപ്പ് എങ്ങനെ എവിടെ ഇടുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. വെള്ളം പോവും വണ്ടിക്ക്. ഈ താറാൻ കുഞ്ഞൊന്നും ഇറങ്ങി വരാതിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. ഇത് എങ്ങനെ ഇത്രയും വർഷം ഈ പുഴുങ്ങിയ താറാമുട്ട ഇരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അതിശയമാണ്. ഇത് നമ്മളിങ്ങനെ പൊളിച്ച് എടുത്തു കഴിഞ്ഞാൽ പറയത്തക്ക താറാമുട്ടയുടെ ഒരു മണമല്ലാതെ വേറെ സംഭവങ്ങളും തോന്നുന്നില്ല. പ്ലാസ്റ്റിക് പച്ച. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണോ ഇത്? പ്ലാസ്റ്റിക് ഒന്നും അല്ല, ഇത് ഉപ്പൊക്കെ ഉണ്ട്. ഇത് ഓൾറെഡി ഇത് എനിക്ക് വന്നൊരു തോട് പിന്നീട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. കഴിക്കണ്ട കേട്ടോ. മുട്ടയുടെ ഇത് തന്നെ ഭയങ്കര ഉപ്പുണ്ട്. പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയൊന്നും അല്ല കേട്ടോ. ഭയങ്കര ഒരു ഉപ്പിലിട്ട മണമൊന്നുമില്ല. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. മനമറിക്കുന്ന രീതിയാണ്. മതി. ഓക്കെ.